ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി എന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച പാർലമെന്റിന്റെ വിവിധ സഭകൾ തുടരും. ലോക്സഭയിൽ സർബാനന്ദ സോനോവാൾ പ്രമേയം അവതരിപ്പിച്ചു. തേജസ്വി സൂര്യ പിന്തുണച്ചു. ഇന്ത്യക്കെതിരായ T20 ലോകകപ്പ് മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിച്ചതിനെ ഉചിതമായ തീരുമാനമെന്ന് വിശേഷിപ്പിച്ച രാജ്യത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുന്നത് പരിഗണനാത്മകമായ നിലപാടായിരുന്നു എന്ന് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ കളിക്കാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡ് ടീമിനെ തിരഞ്ഞെടുത്തതിനെ തുടർന്ന് ഫെബ്രുവരി 15 കൊളംബോയിൽ നടക്കാനിരിക്കുന്ന ക്രിക്കറ്റ് മത്സരം ഒഴിവാക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനോട് സർക്കാർ ആവശ്യപ്പെട്ടു. ഇന്ത്യയുമായുള്ള പുതിയ വ്യാപാര കരാറിനെ വൈറ്റ് ഹൌസ് പ്രശംസിച്ചു. റഷ്യൻ എണ്ണ ഇനി വാങ്ങില്ലെന്ന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു. പ്രധാന അമേരിക്കൻ മേഖലകളിലായി $500 ബില്യൺ നിക്ഷേപത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമ്മതിച്ചു. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പ്രസ്താവനകളാണ് ഇത്. ഡൽഹി സ്ഫോടനത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നൽകിയ പരാതിയിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്തതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഷയത്തിൽ നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് നടപടി.